ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കിപ്പുറവും ദുരന്തബാധിത മേഖലകളിലെത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ ഭാഗത്താണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഒരു മേഖലയിലേക്ക് ദിവസങ്ങൾക്ക് മുൻപ് കടന്നു വന്ന സമയത്ത് ഇവിടെയുണ്ടായിരുന്ന നാസറിൻ്റെയും അതുപോലെ തന്നെ സുദേവൻ്റെയും വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. സുദേവൻ്റെ വീട്ടിലുൾപ്പെടെ ആളുകൾ അകപ്പെട്ടിരുന്നു എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തി. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ നിന്നും ജീവനറ്റ ശരീരങ്ങളായിരുന്നു കണ്ടെത്താൻ സാധിച്ചിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു മേഖലയോട് ചേർന്ന ഭാഗത്ത് സുദേവൻ്റെ വീട് തൊട്ടപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ തന്നെ മണ്ണുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. JCBയും ഹിറ്റാച്ചിയും ഒക്കെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് അവ പൂർണ്ണമായും പൊളിച്ച് അവിടെ എന്തെങ്കിലും രീതിയിൽ ജീവനറ്റ ശരീരങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവയ്ക്ക് തന്നെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്തായിരുന്നു നാസറിൻ്റെ വീടുണ്ടായിരുന്നത്. ആ കാഴ്ച പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. താഴോട്ട് മണ്ണിനോട് ചേർന്ന് അടർന്ന് വീണ് കിടക്കുന്ന രീതിയിലായിരുന്നു നാസറിൻ്റെ വീടുണ്ടായിരുന്നത്. കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ശക്തമായ ഒലിച്ചു വന്ന മണ്ണോട് ചേർന്ന് അവരുടെ ജീവനും നഷ്ടപ്പെട്ടു പോയ ഹൃദയഭേദകമായ കാഴ്ച. കസേരയിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു ജീവനറ്റ ശരീരങ്ങളുണ്ടായിരുന്നത്. സന്നദ്ധ പ്രവർത്തകരാണ് പിന്നീടത് പുറത്തെടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ ഒരു മേഖലയിൽ അന്ന് വന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ റോഡൊന്നും തന്നെ കാണാൻ കഴിയുമായിരുന്നില്ല. ഒരാൾപ്പൊക്കത്തിൽ മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയതിനാൽ നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന ഈ റോഡ് യോഗ്യമാക്കിയിട്ടുണ്ട്. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹന സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. മുണ്ടക്കൈ ഭാഗത്തുകൂടെ കടന്നു പോകുന്ന റോഡാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിൻ്റെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാസറിൻ്റെയും സുദേവൻ്റെയും വീടൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നതിനാൽ അവയൊക്കെ തന്നെ ആ ഒരു മേഖലയിൽ നിന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഒന്നും തന്നെ ബാക്കിയില്ല എന്നുള്ളതാണ്. സുദേവൻ്റെ വീടിനോട് ചേർന്ന ഭാഗത്തെ മറ്റൊരു വീടിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ആരുടെ വീടാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. വീട്ടുടമസ്ഥൻ്റെ പേരോ മറ്റു വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇവിടെ അവശേഷിക്കുന്ന ചില സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട്. ഇവിടെ ഈ ഒരു മേഖലയിലേക്ക് എത്തിയ സമയത്തായിരുന്നു ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കാണുന്നത്. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വീടിനോട് ചേർന്ന ഭാഗത്തു നിന്നും ഇത്തരമൊരു ഫോട്ടോ ഈ ഒരു മേഖലയിൽ കാണുന്നുണ്ട്. ഭാഗികമായി തന്നെ ഒരു കോൺക്രീറ്റ് വീടാണ്. ഇത് തകർന്നിട്ടുണ്ട്. വലിയ ഭാരത്തിലുള്ളൊരു മരത്തടി കഷ്ണം ഇങ്ങോട്ടേക്ക് വന്ന് അടിഞ്ഞ് മൂടിയത് മൂലം ഇതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീണിട്ടുണ്ട്. ഒരു പക്ഷേ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഇവിടെയുണ്ടായിരുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല, രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾക്കുൾപ്പെടെ. കാരണം ആ രീതിയിൽ ഈ വീടിൻ്റെ ഈ കോൺക്രീറ്റിനോട് ചേർന്ന ഭാഗത്തേക്കുൾപ്പെടെ മണ്ണടിഞ്ഞു വീണതിനാൽ ഇത്തരമൊരു വീട് തന്നെ ഇവിടെ കാണാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നിന്നും ലഭിച്ച മറ്റൊരു പുസ്തകമാണ്. ഒരു പക്ഷേ ഏറെ പ്രതീക്ഷയോടെ ഒരു ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി തയ്യാറാക്കിയൊരു പുസ്തകമാണ്. വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ തന്നെ ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ട്. PSCക്ക് വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പാഠഭാഗങ്ങളാണ് ഇതിലുള്ളത്. എഴുതി രേഖപ്പെടുത്തിയതൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഈ വിധത്തിൽ നിരവധിയായ മറ്റു പാഠപുസ്തകങ്ങളൊക്കെ തന്നെയാണ് ഈ വീടിനുള്ളിൽ നിന്നും നമുക്കും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചളിയൊക്കെ തന്നെ ഇപ്പോഴും അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ പരമാവധി ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇവയൊക്കെ തന്നെ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം ഈ രീതിയിലെങ്കിലും ഇത് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ജനാലയ്ക്കുള്ളിലൂടെ നോക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ എത്രത്തോളമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വസ്ത്രങ്ങളൊക്കെ തന്നെ തൂക്കിയിട്ടത് കാണാം. വാതിലിൻ്റെ ഒരു ഭാഗം താഴേക്ക് അടർന്നു വീണിട്ടുണ്ട്. ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച അലമാരയോട് ചേർന്ന ഭാഗത്ത് ഒരു പക്ഷേ ഇവിടെയുണ്ടായിരുന്ന പിഞ്ചുമക്കൾ അവരുപയോഗിച്ചിരുന്ന ടോയ്സ് അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അലമാരയിൽ കാണാൻ സാധിക്കും. ഒരു ബൊമ്മയുടെ ചിത്രം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. കലണ്ടറുണ്ട്. വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് ദിവസങ്ങൾക്കിപ്പുറവും ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്. നിരവധി സന്നദ്ധ പ്രവർത്തകർ ഇപ്പോഴും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങൾ കാണിച്ചതുപോലെ ഇത്തരം വീടുകളിലൊക്കെ തന്നെ ഈ ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, രേഖകൾ, ആധാർ കാർഡ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ്, ബാങ്ക് രേഖകൾ ഉൾപ്പെടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെയൊക്കെ തന്നെ പുനരധിവാസം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രേഖകളൊക്കെ തന്നെ ഇവിടെയൊക്കെ തന്നെ നശിച്ചു പോയതുകൊണ്ടും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടും അവർക്ക് ഇനി ഉപജീവന മാർഗം, അവരുടെ ഒരു സാമ്പത്തിക അതൊക്കെ തന്നെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ശാശ്വതമായൊരു പുനരധിവാസം തന്നെയാണ് ഇവർക്ക് ആവശ്യം. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് തന്നെയാണ്
ഇവിടെയുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഒരുപോലെ നമ്മളോട് പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മുണ്ടക്കൈ.